ഹായ്, ഈ വീഡിയോയിൽ കാണിക്കുന്ന ഒരു വി സ്റ്റാറിൻ്റെ ഒരു സ്പ്രെയറാണ്. പെട്രോൾ എൻജിൻ സ്പ്രെയർ ആട്ടോ അത്. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് മുകളിലേക്ക് നല്ല പൊക്കത്തിലേക്ക് മരുന്ന് നല്ല പ്രഷറിൽ അടിക്കാനാണ്, സ്പ്രേ ചെയ്യാനാട്ടോ ഈ സാധനം ഉപയോഗിക്കുന്നത്. ഇതൊരു വി സ്റ്റാർ കമ്പനിയാണ്. വി സ്റ്റാർ എന്നാണ് ബ്രാൻഡ്. ഒരു കോയമ്പത്തൂരാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. മാർക്കറ്റിൽ ഒരു 7,000 മുതൽ 8,000 വരെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പല സ്ഥലത്തും പല പോലെയാണ് റേറ്റുകൾ. കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും പല പോലെയാണ് റേറ്റ് വരുന്നത്. ഞാൻ കുറേ നാളായി വാങ്ങണമൊക്കെ. എനിക്ക് കുറച്ച് കവുങ്ങുണ്ട്. അപ്പോൾ കവുങ്ങിലേക്ക് മുകളിലേക്കൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം വാങ്ങണം കേട്ടോ. ഇതിൽ 2 സ്ട്രോക്കാണ്. അതുകൊണ്ട് നമുക്ക് പെട്രോളിലപ്പോൾ ഓയിൽ കൂടി ചേർക്കണം. പെട്ടിനുള്ളിലുള്ള ഐറ്റംസാണ്. ആ മഞ്ഞ വയർ നമ്മൾ അഡീഷണൽ വാങ്ങിയതാണ് കേട്ടോ. 50 മീറ്റർ പൈപ്പ് നമ്മൾ അഡീഷണൽ വാങ്ങിയതാണ് 2,000 രൂപയ്ക്ക്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പൈപ്പ് എന്ന് വെച്ചാൽ വെള്ളം അകത്തേക്ക് വലിച്ചെടുക്കുന്ന പൈപ്പാണിത്. മരുന്ന് കാര്യങ്ങൾ, അതിൻ്റെ ഒരു ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സാധനമാണ് അതിൻ്റെ പമ്പ് വരുന്നത് കേട്ടോ. എൻജിൻ ഓണാകുമ്പോൾ തിരിയണ പമ്പാണ്. അതിൻ്റെ ഉള്ളിൽ ഓയിലൊക്കെ കുറച്ച് ഫില്ല് ചെയ്യണം. ഓൾറെഡി ഫില്ല് ചെയ്തിട്ടാണ് വരുന്നത്. ടാങ്ക്, ഫിൽറ്റർ, സ്റ്റാർട്ടർ, പെട്രോളിൽ ഓയിൽ മിക്സ് ചെയ്യണം കേട്ടോ. 30 മുതൽ 40, 50 ഫില്ല് ചെയ്യണവരുണ്ട്. ഇതാണ് സ്പ്രേ ചെയ്യണ സംഭവം കേട്ടോ. ഇത് ഫിറ്റ് ചെയ്താണ് കേട്ടോ. അപ്പോൾ ആ മഞ്ഞ പൈപ്പ് നമ്മൾ എക്സ്ട്രാ വാങ്ങിയതാണ്. 50 മീറ്റർ കേട്ടോ. 50 മീറ്ററിന് ഏകദേശം 2,000 രൂപയായി. കുറച്ച് നല്ല കുഴപ്പമില്ല, ക്വാളിറ്റി ഉണ്ട്. ഇതിനും പലതും 1,500 മുതൽ 2,000 രൂപ അതിൻ്റെ മേലേക്കുള്ള റേറ്റാണ്. ഈ കറുത്ത വയർ പൈപ്പ് ഒരു ഓവർഫ്ലോ ആണ് കേട്ടോ. അതിൽ പ്രഷർ എന്തോ അനുസരിച്ച് കൂടുതൽ വെള്ളം വരികയാണെങ്കിൽ അത് വേറെ ടാങ്ക് നമുക്ക് തിരിച്ച് വെള്ളം എടുക്കുന്ന ടാങ്കിലേക്ക് പോകുന്ന ഒരു സംഭവമാണ് കേട്ടോ അത്. ടാങ്കിൻ്റെ ക്വാളിറ്റി കുറച്ച് മോശം പോലെ എനിക്ക് തോന്നി. അതിൻ്റെ ക്യാപ്പ് ശരിക്കും കണ്ട് അടഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതൊരു ലൂസ് വരുന്നുണ്ട്. പക്ഷേ ചെറിയതായിട്ട് പെട്രോൾ ലീക്ക് ഉണ്ട് ചെരിഞ്ഞപ്പോൾ. പിന്നെ നോക്കിയപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഓയിലാണ് വരുന്നത്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഓയിൽ ആ സൈലൻസറിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരികയാണ് കേട്ടോ ചെയ്യുന്നത്. അതായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. ആദ്യം വിചാരിച്ച് ഞാൻ ടാങ്ക് ലീക്കാണെന്നാണ് വിചാരിച്ചത്. ഇത് നമ്മൾ വാങ്ങുമ്പോൾ അവർ ഒഴിച്ചു തന്ന കുറച്ച് പെട്രോളാട്ടോ. സംഭവം സിമ്പിളാണ്. ചെറിയ അതിൽ കൂടുതൽ ഷെയ്ക്ക് വരട്ടിക്കാൻ ഒരു ഇതൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ആക്സിലേറ്റർ കേട്ടോ. ആക്സിലേറ്റർ നല്ല ടൈറ്റുള്ളതാണ്. കാരണം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നിൽക്കും. ആ ചുവന്ന സ്വിച്ചാണ് ഇതിൻ്റെ ഓഫ് കേട്ടോ. പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കാം കേട്ടോ. അതുണ്ട്. ഇതാണ് മരുന്ന് വരുന്ന പാത്രം. ആദ്യം നമ്മൾ വെള്ളം എടുക്കുമ്പോൾ പെട്ടെന്ന് ഇത് വെള്ളം വലിച്ചെടുക്കില്ല. കുറച്ച് നേരം ഞാൻ നോക്കിയപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് നേരം ഇത് എൻജിൻ സ്റ്റാർട്ട് ചെയ്താണ് മരുന്ന് വലിച്ചെടുക്കണുള്ളൂ കേട്ടോ. നല്ലതാണോ. പിന്നെയാണ് പമ്പ് ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ കവുങ്ങുണ്ട്. കവുങ്ങ് നല്ല പൊക്കത്തിലായി. ഓൾറെഡി എനിക്ക് ബാറ്ററിയുടെ ആയിരുന്നു ഉള്ളത്. ആ സ്പെയറിൻ്റെ വീഡിയോ ഞാൻ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. കുഴപ്പമുണ്ടായിരുന്നു. അത്യാവശ്യം കാലം നമ്മൾ ഉപയോഗിച്ചു. ബാറ്ററി കംപ്ലൈൻറ്റ് വന്നു. അതൊഴിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഉണ്ടായില്ല കേട്ടോ. കണ്ടോ വെള്ളം കണ്ടോ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വലിച്ചെടുക്കണം നമുക്ക് കാണാനില്ല. ഇങ്ങനെ അത്യാവശ്യം വെള്ളം വലിച്ചിട്ട് തന്നെയാണ്, കുറച്ച് സമയം എടുത്തിട്ട് തന്നെയാണ് വരുന്നത്. കണ്ടോ. കാരണം 50 മീറ്റർ പൈപ്പ് ഉണ്ടല്ലോ. അത്യാവശ്യം നല്ല ഫോഴ്സിലാണ്. അപ്പോൾ വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ട് അറിയില്ല. ഏകദേശം ഒരു 20-25 അടി പൊക്കത്തിലേക്ക് വെള്ളം നല്ല രീതിയിൽ സ്പ്രേ ആവുന്നുണ്ട് കേട്ടോ. കണ്ടോ. ഇനിയും കൂട്ടാട്ടോ. ഇനി അതിൻ്റെ ഓവർഫ്ലോഡൊക്കെ അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്രഷർ കിട്ടും. ഇതിപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് പിടിക്കുന്ന പോലെ ഒരു തോട്ടിയിൽ പൈപ്പ് കെട്ടിയിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യണം. തോട്ടിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല പൊക്കത്തിൽ കിട്ടും കേട്ടോ. സംഭവം കുഴപ്പമില്ല. ആദ്യത്തെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കൊള്ളാം.